ചേട്ടാ இந்த വ്യൂ പോയിന്റ് என்ன വ്യൂ പോയിന്റ് என்ன இடம் ഇത് வந்து മഹാരാജമട്ട്. ഓക്കെ. അപ്പം നമ്മൾ മേഘമല വന്നു കഴിഞ്ഞാൽ ഈ മഹാരാജമട്ട് അല്ലേ, ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരളം കാണാം. അയ്യപ്പൻ കോയിൽ മകരവിളക്ക് നോക്കും ചെന്ന്. ഓ മഹാരാജമട്ട് ഞാൻ വന്ന് 2 ദിവസം ഇങ്ങനെ ഒന്ന് നോക്കി. வந்து இடத்த வந்து நோக்காமலே போயிடுது. ஆறு இங்க ஆனை இருக்குமா? ஆனை இருக்கும், ஆனை நிறைய இருக்கு. ஆனை, புலி இருக்கு, சிறுத்தை இருக்கு, கரண்ட் இருக்கு, எல்லாமே இருக்கு. அதான் வந்து தேக்கடியில எந்த வளங்க இருக்கோ. நான் தேக்கடிக்கு பக்கத்துல வந்துட்டோம். ഓക്കെ. ചേട്ടന്റെ പേര് ബാലു. അപ്പം മേഘമലയില് ഒരു ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? 42 വർഷം സർവീസ്. 63 വർഷം. 63 വർഷമായിട്ട് മേഘമലയിലുള്ള ബാലുചേട്ടനാ. അതെ, ബാലുചേട്ടന് ടീയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പോർട്ട് വരെയൊക്കെ ചെയ്യാൻ വേണ്ടി പുള്ളി സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പം പുള്ളിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. മഴ വന്നു, ഈ വ്യൂ കണ്ടോ ഗൈസ്? ഇതാണ് മേഘമലയിലെ മഹാരാജമേട്. മേലെയാ നല്ല മഴ വന്നു. അവിടെ കാട്ടുപോത്ത് അവിടെ ബേസനുണ്ട്. ബേസൻ ഇവിടെ പുലിയും കടുവയൊക്കെ ഉണ്ടെന്നാ ചേട്ടൻ പറയുന്നത്. കടുവ ഉണ്ടല്ലോ, കടുവ ഉണ്ട്. മേഘമല വന്നിട്ട് എത്ര പേര് ഇവിടെ കണ്ടിട്ട് പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓ അടിപൊളി. നമ്മൾ ഈ മഹാരാജമേട് വന്നതിന് ശേഷമുള്ള ഇവിടെ 1-2 കോവിലുണ്ടെന്നാ പറയുന്നത്. ചെറിയ മഴയുണ്ട്. ആന ഇത് ആന. ഇതുവഴി ആന പോയിട്ടുണ്ടെന്നാ ചേട്ടൻ പറയുന്നത്. രാത്രിയില് കാട്ടുപോത്തും ആനയൊക്കെ പോയേക്കുന്ന സ്ഥലമാണ് ഗൈസ്. നല്ല മഴയുണ്ട്. ഇത് അമ്പലം, ഇത് കോവിലാ? ഇത് പഴയ കോവിലാ? പഴയ കോവിലാ. ഇത് കോവില് പഴയ കോവിലാ. 1000 വർഷത്തിന് മുൻപ്. 1000 വർഷം പഴക്കമുള്ള അമ്പലം അല്ലേ? ഇത് 1000 വർഷം പഴക്കമുള്ള അമ്പലമാണേ ഇത്. ഓക്കെ. യാരിത്? ഇത് എന്നെ പ്രതിഷ്ഠ? മുരുകൻ പ്രതിഷ്ഠയാ? മുരുകൻ പ്രതിഷ്ഠയാ? ശരി. முருகன் வள்ளி தெய்வானை. முருகன் வள்ளி தெய்வானை. வள்ளி தெய்வானை. ஓகே. முருகனுக்கு வந்து வைஃப் முத்தியில. ஓகே, 2 வைஃப். ஆமா, ஒண்ணு காட்டுல இருந்து எடுத்தது. இது காட்டுல இருந்து எடுத்தாலும் ஒண்ணு வந்து நாட்டுல கட்டின பொண்ணு. நாட்டுல கட்டிய பொண்ணா? ஆமா. வள்ளி வந்து காடு, தெய்வானை வந்து அரசன் பொண்ணு. ஓகே. இது யாரு கட்டிய கோவில்? இது ஏற்கனவே சிலை இருந்துச்சு, தெரியாது. பாண்டிய மன்னர்கள். മംഗളദേവി കെട്ടിയാച്ചല്ല அவங்க. ഇത് വയർലെസ് സെന്റർ. ശരിക്കും ഞങ്ങൾ ഇന്നലെ മേഘമല വന്നതും തൊട്ട് ഇന്നലെ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ കയറിയപ്പം തന്നെ നെറ്റ്വർക്ക് ആയി അല്ലേ? ഇത് കോട്ടേജാ? ഓക്കെ. சேர்த்து வச்சிருக்கு. சரி. எப்படின்னா பல காலங்களாச்சுல, வருஷம் நிறைய ஆச்சு. ஆமா, இது 1000 வருஷம் ஆச்சு. 1000 വർഷം ആச்சு. മഹാരാജമേടിലെ ഏറ്റവും ടോപ്പ് പോയിന്റ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ എൻഡാണ്. ഇത് താഴോട്ട് ഭയങ്കര കൊക്കയാ. അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ പവർ ഹൗസ് ഇത് താഴെ കാണുന്നത് പവർ ഹൗസ്. പിന്നെ അവിടെ നോക്കിയാലാണ് നമുക്ക് മകരവിളക്ക് കാണാൻ പറ്റുന്നതെന്നാ ചേട്ടൻ പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാ, അത്രയ്ക്ക് നല്ല സൂപ്പർ വൈബ്. പിന്നെ ഈ പാറ എൻ്റെ ആണല്ലേ? ഇത് ലാസ്റ്റ്, ഇതിനപ്പുറം പോകണ്ട. கீழே போனால் நம்மளை மேலே கொண்டு வரும். கீழே தள்ளாது, மேலே கொண்டு வரும். அப்படியா? இந்த தேக்கு மரம் ஃபுல்லு. இது ரம்போடியா. ரம்போடியா மரம். இது ரம்போடியா. ஓகே. அங்கே இருக்கிறது ஆலினஸ். அது அந்த வண்ண தண்ணி இல்லையா? வாட்டர்ஃபால். அது என்ன வாட்டர்ஃபால்? காட்டில் இருந்து
வருது. அப்படியா? சரி. அங்க முன்னாடி லாஸ்ட்ல பாக்குற வாட்டர் ஃபால் என்னது? அது வந்து மூணார். மூணாரா? மூணார். அது மூணாரம். மூணார் டீ ஃபேக்டரிலாம் தெரியுதா இருக்கு, அங்கே தெரியுது மூணார். அது மூணார் லாஸ்ட். ஆமாம், மேலே மலை மேலே இருக்கிறது மூணார். இதே மாதிரி அந்த மேட்டில். ஓகே ஓகே ஓகே. இது தேக்கடி. இது தேக்கடி. എനിക്കെല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെല്ലാം ആക്ച്വലൂട്ട്ലി ബ്യൂട്ടിഫുൾ റോഡ് ടു ഹിയർ. ആക്ച്വലൂട്ട്ലി നെവർ മിസ് ഇറ്റ്, നെവർ നെവർ. മഹാരാജമേടിലേക്കുള്ള എൻട്രി പെർ ഹെഡ് 30 rupees ആണ്. പിന്നെ അവിടെ ക്യാമറയ്ക്കോ മറ്റോ ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. പക്ഷെ ഞാൻ വരാൻ നേരത്ത് ഇവിടെ അങ്ങനെ ഒരു ആരുമില്ലായിരുന്നു അവിടെ, കാരണം വിസിറ്റേഴ്സ് ഒന്നും വന്നു തുടങ്ങുന്നൊരു സമയമായിട്ടില്ല. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ലോക്കൽസ് ആണ് മാക്സിമം ഇവിടെ വന്ന് പോകാറുള്ളതെന്നാണ്, മഹാരാജമേട് മേഘമല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഈ അത്ഭുതങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നമ്മൾ യാത്രക്കാർ. ഓക്കെ, അപ്പം ഇവിടെ ഈ മേട്ടിൽ കയറിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഈ മകരവിളക്ക് കാണാൻ വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഇന്ന് ദൂരെ കാണാമെന്നാണ് പറയുന്നത്. ആ ടൈമിൽ മകരവിളക്ക് வந்து 6:40 தெரியும். വൈകുന്നേരം ഈവനിങ് 6:40. ഇവിടെ ഒരു നക്ഷത്രം ഉണ്ടോ? ആ ടൈമിൽ ഇവിടെ ഒരു നക്ഷത്രം ഉണ്ടെന്നാണ് പറയുന്നത്. அது அடையாளம் வந்து நட்சத்திரம். சரி, ஓகே. അപ്പം ബാലിച്ചേട്ടാ ரொம்ப നന്ദി. നമുക്ക് നീങ്ക നിറയെ പേശി കൊടുത്ത്. ശരി, അപ്പം ഇവിടെ ആര് വന്നാലും ബാലിച്ചേട്ടനെ കാണുക. ബാലിച്ചേട്ടൻ നല്ലൊരു ഒരു 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 ചേട്ടനെ പോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു. ബാലിച്ചേട്ടൻ്റെ ഫാക്ടറി, ബാലിച്ചേട്ടൻ്റെ ടീ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മേഘമല ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ബ്രിഡ്ജിനോട് ചേർന്ന് ബസ് സ്റ്റോപ്പ് മേഘമല டீ வித்துட்டு இருக்கோம். ഓക്കെ, டீ பிசினஸ் பண்ணிட்டு இருக்கோம். ഓക്കെ, ശരി. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് കിടക്കാൻ നമുക്ക് വേണ്ടത് സമയവും. പിന്നെ വന്നതിന് കാരണം എന്താ? അത് നിങ്ങൾ ഒരു വാർത്ത പറഞ്ഞത് എന്താ ചേട്ടാ? ലൈഫില് ഈ ടൈമിൽ നാളെ ഈ ടൈമില്ല ലൈഫില്. ഇന്നേക്ക് ഉങ്ങളെ സന്ധിച്ചത് നാളേക്ക് സന്ധിക്ക മുടിയാതെ. കറക്റ്റ്. അപ്പൊ ഇന്ന് കണ്ട ബാലിച്ചേട്ടനെ നാളെ നമ്മളും കാണത്തില്ല, ബാലിച്ചേട്ടനെ നമ്മളെ കാണാൻ പറ്റത്തില്ലെന്നാ ബാലിച്ചേട്ടൻ പറഞ്ഞു. കാലത്ത്